പൊതുവിൽ നല്ല ജനപിന്തുണയുള്ള ബോക്സ് ഓഫീസിൽ വിജയിച്ച ചില ചിത്രങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ചോദ്യം മറ്റൊന്നാണ്. വളരെ പോപ്പുലറായ ചില സിനിമകൾ കാണാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാവാതെ പോയിട്ടുണ്ടോ? എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ള 2 എക്സാമ്പിൾ പറയാം. അതിൽ ആദ്യത്തേത് പൊന്നിയിൻ സെൽവൻ. ഞാൻ മുൻപ് വിക്രത്തെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോഴും ഈ അടുത്ത് ജയൻ രവിയെ പറ്റിയുള്ള വീഡിയോ ചെയ്തപ്പോഴും എന്തുകൊണ്ട് പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയെ പറ്റി പരാമർശിച്ചില്ല എന്നതായിരുന്നു ഏറ്റവും കൂടുതലായി വന്ന കമന്റ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണവും. തിയേറ്ററിൽ നിന്ന് കാണാത്തത് പോട്ടെ, എന്തുകൊണ്ടോ മിനി സ്ക്രീനിൽ പോലും എനിക്കത് കാണാൻ ഇതുവരെ തോന്നിയിട്ടില്ല. മേ ബി അതുപോലുള്ള സിനിമകളിൽ അതിന്റെ കഥ അല്ലെങ്കിൽ അതിലെ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരുപാട് കവിതയും കഥാപാത്രങ്ങൾ പറയുന്ന സാഹിത്യവും ഒക്കെ മറികടന്ന് വേണം അവിടെ എത്താൻ എന്നൊരു തോന്നൽ എനിക്കുണ്ടായതുകൊണ്ടാവാം. ഇനി അതല്ലെങ്കിൽ ഈ രാജാപാർട്ട് പരിപാടികൾ അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ അവസാനമായി കണ്ടിഷ്ടപ്പെട്ട ഒരേ ഒരു സിനിമ അത് ബാഹുബലി സീരീസ് ആണ്. എന്നാൽ രാജമൗലി ചിത്രങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു കൊമേഴ്സ്യൽ ഫ്ലോ മണിരത്നം സിനിമകളിൽ നിന്നും പ്രതീക്ഷിക്കാനും സാധിക്കില്ല. ഇനി അടുത്തത് കൽക്കി. ബാഹുബലി കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം 1000 കോടി കടക്കുന്ന പ്രഭാസിന്റെ ഹിറ്റ് സിനിമ. ബട്ട് എന്തോ ഈ സിനിമയും എനിക്ക് ഇതുവരെ കാണാൻ തോന്നിയിട്ടില്ല. മേ ബി ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളൊന്നും കാണാത്ത ഒരാളായതുകൊണ്ട് ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ കണ്ടു തീർക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാവാം. സോ ഇതുപോലെ പൊതുവിൽ വമ്പൻ അഭിപ്രായങ്ങൾ നേടിയ എന്നാൽ നിങ്ങൾക്ക് ഇതുവരെ കാണാൻ തോന്നാത്ത സിനിമകൾ ഏതൊക്കെയെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഒരു ബയാസ്ഡ് വ്യൂ കൂടി ഞാൻ പറയാം. ഒരുപക്ഷെ പൊന്നിയിൻ സെൽവൻ അല്ലെങ്കിൽ കൽക്കി പോലുള്ള സിനിമകൾ മലയാളത്തിലായിരുന്നു വന്നിരുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും പോയി കാണുമായിരുന്നു.